എല്ലാവർക്കും മെക്കാനിക് വ്ളോഗറിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു BS6 ക്ലാസിക് 350 സ്റ്റെൽത്ത് ബ്ലാക്കിൻ്റെ റിവ്യൂ ആണ്. ഞാനിതിൻ്റെ ടെക്നിക്കലായ കാര്യത്തിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബുള്ളറ്റിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ 10th കഴിഞ്ഞ ഉടനെ ആയിരുന്നു ഒരു ബൈക്ക് എടുക്കാൻ പ്ലാൻ ചെയ്തത്. ഞാൻ പ്ലാൻ ചെയ്ത് അപ്പോൾ കുറേ പേര് എനിക്ക് റെക്കമെൻഡ് ചെയ്തു, ബുള്ളറ്റ് എടുത്തോ കുറേ പേര് അങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് ബുള്ളറ്റ് വലിയൊരു വാഹനമായിട്ടാണ് തോന്നിയിരുന്നത് ആ സമയത്തൊക്കെ. അതുകൊണ്ട് ഞാൻ ഫൈനൽ ഡിസിഷനായിട്ട് ഒരു R15 V2 വേർഷനാണ് അന്ന് എടുത്തത്. ഇപ്പോഴും അത് എൻ്റെ കയ്യിലുണ്ട്. പിന്നീട് ഞാൻ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് +1 കഴിഞ്ഞ് +2 എത്തിയപ്പോഴാണ് ബുള്ളറ്റിൻ്റെ ഒരു തരംഗം തന്നെ ആയി തീർന്നത്. എല്ലായിടത്തും ബുള്ളറ്റ്. ആ സമയത്തൊക്കെ എനിക്ക് തോന്നി ഓക്കെ ഞാനൊരു ബുള്ളറ്റ് എടുത്താൽ മതിയായിരുന്നു, അതിന് ഭയങ്കര മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയൊരു സമയമായതുകൊണ്ട്. പിന്നീട് ഞാൻ പല യാത്രകൾ നടത്തിയെങ്കിലും ബുള്ളറ്റ് അങ്ങനെ ഒരു ലോങ് റൈഡിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ കോളേജിലൊക്കെ ജോയിൻ ചെയ്ത് ഒരു ടൈമിന് ഞാൻ ബുള്ളറ്റിലാണ് കോളേജിലോട്ട് പോയത്. അതായത് എൻ്റെ വാഹനം R15 പോയത്. പക്ഷേ മൈസൂരിൽ നിന്ന് ഏകദേശം ഒരു 100 എബോ കിലോമീറ്റേഴ്സ് ഞാൻ ഈ ബുള്ളറ്റ് 350 ക്ലാസിക് 2016 മോഡൽ ആണ് ഓടിച്ചത്. ആ സമയത്ത് എനിക്ക് ഈ ബുള്ളറ്റിനോടുണ്ടായിരുന്ന ഇമ്പ്രഷൻ എല്ലാം പോയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചിട്ട് എൻ്റെ ബോഡി മൊത്തം ഇട്ട് വൈബ്രേറ്റ് ചെയ്യുകയായിരുന്നു. ഈ ഒരു അത്യാവശ്യം ഒരേ സ്പീഡിൽ പിടിച്ചു പോകുന്ന ടൈമായിരുന്നു, കാരണം ഹൈവേ ആയതുകൊണ്ട്. ഈ ഒരു 100 എബോ കിലോമീറ്റേഴ്സ് ഓടിച്ചതിന് ശേഷം എനിക്ക് ബുള്ളറ്റ് എന്ന സംഭവത്തോട് എനിക്ക് വെറുപ്പായി. എനിക്ക് ആരെങ്കിലും റൈഡ് ചെയ്യാൻ തന്നാൽ ഞാൻ പറയും വേണ്ട, എന്തെങ്കിലും ഒരു ട്രാവലിംഗ് ഒക്കെ ആണെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയും. കാരണം R15 ആയി എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ, സിംഗിൾ ഡ്രൈവിന് ബെസ്റ്റായി എനിക്ക് തോന്നിയിരുന്നു പലപ്പോഴും. കാരണം ബുള്ളറ്റ് ഓക്കെയാണ്, നമ്മളൊരു നോർമൽ സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ പക്കയാണ്, അതിൽ ഡൗട്ടൊന്നുമില്ല. പിന്നീടാണ് നമ്മൾ ഇതിലോട്ട് അഡ്ജസ്റ്റായി വന്നത്. നമ്മൾ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു ബൈക്കിനെ കമ്പയർ ചെയ്തിട്ടാവരുത് ബുള്ളറ്റ് ഓടിക്കുന്നത്. ബുള്ളറ്റിൻ്റേതായൊരു രീതികളുണ്ട്, അതിലോടിക്കണമെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാനത് പറയാൻ കാരണം നിങ്ങളും അങ്ങനെ ഒരു ഐഡിയയിലായിരിക്കണം ഈ വീഡിയോ കാണേണ്ടതും ഇനി ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ലുക്കിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് പേഴ്സണലി ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കാരണം ബ്ലാക്കിൽ റെഡ് റോയൽ എൻഫീൽഡൊക്കെ എഴുതിയപ്പോൾ ആ വാഹനത്തിന് എവിടേക്കോ ഒരു സംതിങ് യുണീക്കായി വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ സംഭവം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അതൊരു പേഴ്സണൽ അഭിപ്രായമാണ്. BS6 വേർഷൻ ആണെങ്കിൽ പോലും വലിയ ഡിസൈനിങ്ങിലൊന്നും പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. എനിക്ക് തോന്നിയത് ബ്രേക്ക് പെഡലിൻ്റെ അവിടെ മാത്രമാണ് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. അത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ബ്ലാക്കിൽ റോയൽ എൻഫീൽഡ് എന്നുള്ളത് റെഡ് കൊടുത്തപ്പോൾ അവൻ്റെ ഒരു ഭംഗി അതൊരു പ്രത്യേകത തന്നെയാണ്. എൻജിനെ കുറിച്ച് പറയുമ്പോൾ സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 346 cc ആണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 20.07 PS ആണ്. ഇത് കിട്ടുന്നത് 5215 അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 28 Nm. ഇത് കിട്ടുന്നത് 4000 RPM. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം സെയിം ആണ്, ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഈ വാഹനത്തിൻ്റെ അട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വാഹനത്തിൻ്റെ അലോയ് വീൽസ്. സാധാരണത്തെ പോലെ തന്നെ ഇതിനും ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്. ഫ്രണ്ട് ആൻഡ് റിയർ അലോയ് വീലിൻ്റെ കൂടെ തന്നെ ഒരു റെഡ് ലൈനും കൂടി കൊടുത്തപ്പോൾ ആ അട്രാക്ഷൻ്റെ ഒരു പരിപൂർണതയിൽ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഇതിന് ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഫ്രണ്ട് ബ്രേക്ക് ഡയമീറ്റർ എന്ന് പറയുന്നത് 280 mm ആണ്. അതുപോലെ തന്നെ റിയർ ബ്രേക്ക് ഡയമീറ്റർ എന്ന് പറയുന്നത് 240 mm. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപായി ഞാൻ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. BS6 വന്നതുകൊണ്ടുണ്ടായ മറ്റൊരു മാറ്റമാണ്
ഇവിടെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഒന്നും കൂടെ സ്മൂത്തായത്. ബുള്ളറ്റിൻ്റെ വൈബ്രേഷനിലോട്ട് വരുമ്പോൾ എനിക്കിതിൽ വലിയൊരു മാറ്റം വന്നതായിട്ട് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈ ഗ്ലാസ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും വാഹനത്തിൻ്റെ വൈബ്രേഷൻ ഗ്ലാസ്സിലോട്ട് എത്തുന്നുണ്ട് എന്നുള്ളത്. സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റൈഡർ സീറ്റ് അത്യാവശ്യം നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. പക്ഷേ പില്ലിയനിലോട്ട് വരുമ്പോൾ ഒരു ലോങ് റൈഡൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു 70 കിലോമീറ്റേഴ്സ് ഞാൻ ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും പില്ലിയൻ സീറ്റ് അൺകംഫർട്ടബിൾ ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിന് സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നുണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സൈഡ് സ്റ്റാൻഡിലാണ് ബൈക്ക് ഉള്ളതെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഗിയർ ഇടുമ്പോൾ ബൈക്ക് ഓഫ് ആവുന്നു. ബുള്ളറ്റ് ഓടിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബുള്ളറ്റിൽ ഫ്യൂൽ ഇൻഡിക്കേറ്റർ കൊണ്ടുവരിക എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഈ BS6 വേർഷനിൽ ഇവർ ലോ ഫ്യൂൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്താൽ കുറേ പേര് സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് ടെലിസ്കോപ്പിക്കാണ്. റിയർ സസ്പെൻഷൻ വരുന്നത് ട്വിൻ ഗ്യാസ് ചാർജ്ഡ് ഷോക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ബൈക്കിൻ്റെ പ്രൈസിങ്. ഇതിന് 2,17,000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ്. ബൈക്ക് ഓടിക്കുന്ന സമയത്ത് BS4നേക്കാളും BS6ൽ പിക്കപ്പ് കുറഞ്ഞു എന്നുള്ള കാര്യം ഇനീഷ്യലി ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും കുറച്ച് കൂടുതൽ കിലോമീറ്റേഴ്സ് ഓടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നത്. വേറെ കാര്യം പറയാനുള്ളത് ഇതിൻ്റെ കാറ്റലിറ്റിക് കൺവേർട്ടറിനെ കുറിച്ചാണ്. സൗണ്ട് സ്മൂത്തായ കാര്യം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഓടിക്കുന്ന സമയത്ത് നമുക്കത് പ്രത്യേകം കാണിക്കുന്നുണ്ട്. വണ്ടി ഒന്ന് സൈലൻ്റ് ആയ പോലെ കൂടുതലായി തോന്നുന്നുണ്ട്. ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ ബൈക്കിൻ്റെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം. കാരണം എത്ര സ്പീഡാണെങ്കിൽ പോലും ബ്രേക്കിംഗ് കൺട്രോൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ടയർ സൈസ് കൂട്ടിയതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും ഒട്ടും പുറകോട്ടല്ല എന്ന് വേണം പറയാൻ. ഇനി വൈബ്രേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു 70 കിലോമീറ്റേഴ്സ് വരെ ചെറിയ രീതിയിലുള്ള വൈബ്രേഷനേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ വളരെ കുറഞ്ഞ രീതിയിലാണ് ക്രോം എലമെൻറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തുരുമ്പിനെ വല്ലാതെ കെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. 3 തരത്തിലുള്ള കളർ വേരിയൻസ് ആണ് ഈ ബൈക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിന് വരുന്നത്. ഓഫ് റോഡിങ്ങിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അധികമൊന്നും ഓഫ് റോഡിങ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കയറിപ്പോക്കോടും. വലിയ തരത്തിലുള്ള ഒരു ഓഫ് റോഡിങ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഈ ബൈക്ക് ക്ലാസിക് 350 ഒരു ഡെയിലി യൂസിന് പറ്റുന്നൊരു ബൈക്കാണെന്നാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക്കിൽ ഓടിച്ച സമയത്ത് ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങളൊരു ഹൈറ്റ് കുറഞ്ഞ ആളാണെങ്കിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഈ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യേണ്ടി വരും. ആ സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് പ്രോബ്ലം വന്നേക്കാം. ഈ ഒരു ബാലൻസിങ് പ്രോബ്ലം എനിക്ക് തോന്നുന്നു ഒരു ഓൾറെഡി പ്രോ ആയിരിക്കുന്ന ഒരു റൈഡർക്ക് ഒരിക്കലും ഇത് ബാലൻസിങ് പ്രോബ്ലം വരാൻ ചാൻസ് ഇല്ല. അതേ സമയത്ത് ഒരു ബൈക്ക് പഠിച്ചു വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിലാണ് പ്രോബ്ലം വരാൻ ചാൻസ് കൂടുതൽ. ടാങ്കിൽ വന്നിരിക്കുന്ന ഈ ഗ്രാഫിക് ഡിസൈൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇത് ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് 13.5 ലിറ്റേഴ്സാണ്. ഗിയർ ചേഞ്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കറക്റ്റ് RPMലാണ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അതുപോലെ തന്നെ മഴക്കാല സമയത്ത് തുരുമ്പിനെ പേടിക്കേണ്ട ആവശ്യവുമില്ല. സിറ്റി റൈഡിന് പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്കിതൊരു ഡെയിലി വാഹനമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. കൂടാതെ ഇതിൻ്റെ വെയിറ്റ് കൂടിയത് കൊണ്ട് നമുക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒന്ന് വൈബ്രേഷനാണ്. കൂടാതെ ഇതിന് ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പെട്ടെന്ന് പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെക്കാനിക്കിനെ സമീപിക്കേണ്ടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും ബാക്ക് ടയറിന് ഇത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെയാണ് ഓക്സിജൻ സെൻസറും അതുപോലെ തന്നെ കാറ്റലിറ്റിക് കൺവേർട്ടറും വരുന്നത്. BS6 വേർഷനിൽ ഇതിൻ്റെ എക്സോസ്റ്റ് ഗാർഡിൻ്റെ ലെങ്ത്തും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്റ്റാൻഡ് സെൻസർ പോലെ തന്നെ ബൈക്ക് ചെരിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 60 ഡിഗ്രി ചെരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്നു. ഇതാണ് ഇതിൻ്റെ മറ്റൊരു സെൻസർ എന്ന് പറയുന്നത്. കാർബറേറ്ററിൽ നിന്നും BS6 വേർഷനിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വന്നപ്പോൾ ഇനിഷ്യൽ സ്റ്റേജുകളിൽ നമുക്ക് വേരിയേഷൻ ഇല്ലാത്തൊരു ആക്സിലറേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വരുന്നത് ട്യൂബ്ലെസ് ടയേഴ്സാണ്. മീറ്റർ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് BS6 വേർഷനിൽ 3 ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ലൈറ്റും അതുപോലെ തന്നെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ, ലോ ഫ്യൂൽ ഇൻഡിക്കേറ്റർ, താഴെ ABS ലൈറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബൈക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക ഷോറൂമുകളെല്ലാം ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് ഇഫ് യു ഹാവ് ലൈക്ക് ദ വീഡിയോ പ്ലീസ് പ്രസ് ദ ലൈക്ക് ബട്ടൺ, ആൻഡ് ഇഫ് യു ഡോണ്ട് വാണ്ട് ടു മിസ് ദ കമ്മിങ് വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയർ.